അടുത്ത ലോ നമ്പർ 34, ഹിറ്റ് ദ ബോൾ ട്വൈസ്. 2 പ്രാവശ്യം ബോൾ ബാറ്റ് വെച്ച് തട്ടിയാൽ എന്ത് സംഭവിക്കുക? ഔട്ട് ആവുന്നത്. ഹിറ്റ് ദ ബോൾ ട്വൈസ്, ഔട്ട് ഹിറ്റ് ദ ബോൾ ട്വൈസ്. ദ സ്ട്രൈക്കർ ഈസ് ഔട്ട് ഹിറ്റ് ദ ബോൾ ട്വൈസ് if while the ball is in play it strikes any part of his or person or struck by his or bat, and before the ball has been touched by the fielder, striker willfully strikes it again with his or bat or person other than a hand not holding the bat except for the sole purpose of guarding his or her wicket. അതായത് ഇത് പറയുന്നത് സ്ട്രൈക്കർ ഹിറ്റ് ദ ബോൾ ടോയ്സിൽ ഔട്ടാവുന്ന കേസാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഔട്ടാവാത്ത കേസ് പറഞ്ഞതിന് ശേഷം അത് പറഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എങ്കിലും എന്താ എഴുതിയേക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മുടെ ബാറ്റിലോ പേഴ്സണലോ മേത്തോ തട്ടിയിട്ട്, എന്നിട്ട് ബോൾ ഇൻ പ്ലേ ആണ്, അതായത് ബോളെറിഞ്ഞു, തട്ടി, അത് കഴിഞ്ഞിട്ട് ഫീൽഡറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മേത്തോ ബാറ്റിലോ തട്ടി കീപ്പറിൻ്റെ അടുത്തേക്ക് ക്യാച്ച് പോയിക്കൊണ്ടിരിക്കുന്നു, ക്യാച്ച് പോലെ പോകുന്നു. അങ്ങനെയുള്ളൊരു സിനാരിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രൈക്കർ പിന്നെ എടുത്ത് ബാറ്റ് കൊണ്ടോ കൈ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് തട്ടിയിട്ട് വിൽഫുള്ളി മനഃപൂർവ്വമായിട്ട് തട്ടി അത് തെറിപ്പിച്ച് മറ്റേ ക്യാച്ച് ആക്കാണ്ടിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഔട്ടാക്കി പ്രഖ്യാപിപ്പെടും. അല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ സ്റ്റെമ്പിലേക്ക് പോകാൻ പോകണമെങ്കിൽ തട്ടി തെറിപ്പിക്കാം, അത് ഗാർഡിങ് ദ വിക്കറ്റിൻ്റെ കേസ് എൻ്റെ അകത്ത് വരില്ല. അല്ലാണ്ട് ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ലോയിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ അത് നമ്മൾ ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ് കുറച്ചും കൂടി വ്യക്തമായിട്ട് 37 പറയും. എങ്കിലും കീപ്പറിൻ്റെ അടുത്തേക്ക് പോകുന്നു, അപ്പോൾ ക്യാച്ചായിട്ടുള്ള സാധനം അല്ല, സ്റ്റെമ്പിൽ കൊള്ളുന്നില്ല, ക്യാച്ച് ആവുന്നു, അമ്പയറിന് അങ്ങനെ തോന്നുന്നു ക്യാച്ചാണ് പോകുന്നു. അപ്പോൾ ഇയാൾ മനഃപൂർവ്വം പോയി തട്ടിയിടുമോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധനം ബോൾ തട്ടി തെറിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഔട്ടായിട്ട് പ്രഖ്യാപിക്കും. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ലോ, സ്ട്രക്ക് ഓർ സ്ട്രൈക്ക് ഷാൽ ഇൻക്ലൂഡ് കോൺടാക്ട് വിത്ത് പേഴ്സൺ ഓഫ് ദ സ്ട്രൈക്കർ. സ്ട്രൈക്കെന്നോ പറഞ്ഞാലും ഈ കോൺടാക്ട് വിത്ത് ദ പേഴ്സൺ ഓഫ് ദ മേത്ത് കൊണ്ടുപോകുന്നുള്ളതാണ് പറയുന്നത്. ദിസ് ലോ വിൽ അപ്ലൈ വെദർ ഓർ നോട്ട് നോ ബോൾ ഈസ് കോൾഡ്. നോ ബോൾ അല്ലെങ്കിലും ഈ കാര്യം വാലിഡ് ആട്ടോ, അതാണ് എൻ്റെ അടുത്ത് പറയുന്നത്. നോട്ട് ഔട്ട് ഹിറ്റ് ദ ബോൾ ടോയ്സ് എവിടെയാണ് നോട്ട് ഔട്ടല്ലാത്ത കേസ് പറയാം. ദ സ്ട്രൈക്ക് വിൽ നോട്ട് ബി ഔട്ട് അണ്ടർ ദിസ് ലോ ഇഫ് ഷീ സ്ട്രൈക്സ് ദ ബോൾ എ സെക്കൻഡ് ഓർ സബ്സിക്വൻറ്റ് ടൈം ഇൻ ഓർഡർ ടു റിട്ടേൺ ദ ബോൾ ടു ഫീൽഡർ. ഫീൽഡറിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അടിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ റിട്ടേണിങ് ദ ബോൾ ടു ഫീൽഡറിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അത് 37 വരുമ്പോൾ മനസ്സിലാവും. ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡായി പോകരുത്. ഇത് willfully strike the ball after just touch the fielder, not however the provisions 37.1. അതായത് വിൽഫുള്ളി മറ്റേ ഫീൽഡറിനെ ടച്ച് ചെയ്തിട്ട് പിന്നെ തിരിച്ച് നമ്മൾ എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ടൊക്കെ കൊടുക്കുന്ന പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും ഔട്ടായിട്ട് പ്രഖ്യാപിക്കില്ല. പക്ഷേ ഒബ്സ്ട്രക്റ്റിംഗ് ദി ഫീൽഡിൻ്റെ അകത്ത് പെടുന്ന എന്തെങ്കിലും വന്നാൽ വേണമെങ്കിൽ അപ്പീൽ ചെയ്ത് ഔട്ടാക്കാം. ബോൾ ലോഫുള്ളി സ്ട്രക്ക് മോർ ദാൻ വൺസ്. ഇനി ലീഗലായിട്ട് ബോൾ 2 പ്രാവശ്യം അടിക്കുന്ന കേസ് പറയുന്നത്. സ്ട്രൈക്കർ മേ സോൺലി ഇൻ ഓർഡർ ടു ഗാർഡ് ഹിസ് വിക്കറ്റ് ആൻഡ് ബിഫോർ ദ ബോൾ ഹാസ് ബീൻ ടച്ച് ബൈ എ ഫീൽഡർ ലോഫുള്ളി സ്ട്രൈക്ക് ദ ബോൾ സെക്കൻഡ് ഓർ സബ്സിക്വൻറ്റ് ടൈം വിത്ത് ദ ബാറ്റ് ഓർ വിത്ത് എനി പാർട്ട് ഓഫ് ഹിസ് പേഴ്സൺ അതർ ദാൻ ഹാൻഡ് നോട്ട് ഹോൾഡിംഗ് ദ ബാറ്റ്. ഓക്കെ, അതിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് ഔട്ട് പറയുന്നത് ഇപ്പോൾ വിക്കറ്റ് ഗാർഡ് ചെയ്യാൻ സ്റ്റെമ്പിലേക്ക് ബോൾ ഇങ്ങനെ പോകുന്നു, പോകുമ്പോഴത്തേക്കും കാല് വെച്ചോ ബാറ്റ് വെച്ചോ തട്ടിക്കളയാം. മറ്റേ കൈ വെച്ച് തട്ടിക്കളയരുത്. ബാറ്റില്ലാണ്ട് കൈ വെച്ച് ഇങ്ങനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ്ലിങ് ദ ബോൾ അല്ലെങ്കിൽ ഇതായിട്ട് ഔട്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അല്ലാത്ത രീതിയിൽ നമുക്ക് ഇത് വിക്കറ്റ് ഗാർഡ് ചെയ്യാൻ വേണ്ടി ചെയ്യാമെന്നാണ് പറയുന്നത്. ദ സ്ട്രൈക്കർ മേ ഗാർഡ് ഹിസ് ഓർ വിക്കറ്റ് ഈവൻ ഇഫ് ദ ഡെലിവറി ഇസ് നോ ബോൾ. നോ ബോൾ ആണെങ്കിൽ പോലും ഇത് ഗാർഡ് ചെയ്യാം. അവർ ദ സ്ട്രൈക്കർ മേ നോട്ട് പ്രിവെൻറ്റ് ദ ബോൾ ഫ്രം ബീയിങ് കോട്ട് ബൈ സ്ട്രൈക്കിംഗ് ദ ബോൾ മോർ ദാൻ വൺസ് ഇൻ ഡിഫൻസ് ഓഫ് ഹിസ് ഓർ വിക്കറ്റ്. അത് നേരത്തെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ല, ക്യാച്ച് എടുക്കാൻ പോകുന്ന ബോളിനെ ഇതേപോലെ പ്രിവെൻറ്റ് ചെയ്താൽ ഡബിൾ ടച്ച് അല്ലെങ്കിൽ സ്വീറ്റ് ദ ബോൾ ടോയ്സ് വെച്ച് പ്രിവെൻറ്റ് ചെയ്താൽ വിവരം അറിയും. അവനെ ഒബ്സ്ട്രക്റ്റിംഗ് ദ ബോൾ ഫ്രം ബീയിങ് കോട്ട് വഴി ഔട്ടാക്കും. റൺസ് പെർമിറ്റഡ് ഫ്രം ബോൾ ലോഫുള്ളി സ്ട്രക്ക് മോർ ദാൻ വൺസ്. റണ്ണ് കിട്ടും എന്നുള്ള കേസാണ് പറയുന്നത്. ദ ബോൾ ഈസ് ലോഫുള്ളി സ്ട്രക്ക് മോർ ദാൻ വൺസ് ആസ് പെർമിറ്റഡ് ഇൻ 34.3. If the ball does not become dead for any reason, the umpire shall call and signal dead ball as soon as the ball reaches the boundary or at the completion of the first run. അപ്പോൾ റൺ എടുക്കാൻ പറ്റും, ബൗണ്ടറി ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡെഡ് വിളിക്കുള്ളൂ. അല്ലാണ്ട് ഇതിങ്ങനെ ടച്ച് ചെയ്തെന്ന് പറഞ്ഞ് ഡെഡ് വിളിക്കില്ല. അവർ ഷീ ഷാൽ ഡിലേ ദ കോൾ ഓഫ് ഡെഡ് ബോൾ ടു അലോ ദ ഓപ്പർച്യൂണിറ്റി ഫോർ ക്യാച്ച് ടു ബി കംപ്ലീറ്റഡ്. അതായത് ക്യാച്ച് എടുത്തതിന് ശേഷം ഡെഡ് വിളിക്കാനുള്ള ആ ഒരു രീതിക്കൊക്കെ ഡിലേ ഒക്കെ ചെയ്യാം ഡബിൾ ഇത് ടച്ച് ചെയ്യുന്ന സമയത്തെ. അല്ലാണ്ട് ഇത് നോ ബോൾ മീൻസ് റണ്ണ് കൊടുക്കാണ്ടിരിക്കേണ്ട ആവശ്യം ഇതിൻ്റെ അകത്ത് തന്നെ. അമ്പയർ ഷാൽ എന്നിട്ട് അങ്ങനെ ഡബിൾ സ്ട്രൈക്ക് ചെയ്തിട്ട് ക്യാച്ച് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഡിസലവ് ചെയ്യുക, റൺസ് ഡിസലവ് ചെയ്യുന്ന
നോട്ട് ഔട്ട് ബാറ്ററിനെ തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് വിടുന്നു. നോ ബോൾ ആണെങ്കിൽ നോ ബോൾ പറയുന്നു, അല്ലെങ്കിൽ നോ ബോൾ അല്ല. അവാർഡ് എനി 5 റൺ പെനാൽറ്റി ഈസ് ആപ്ലിക്കബിൾ ഫോർ മീൻസ് അവാർഡ് എനി 5 റൺ പെനാൽറ്റി ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ എക്സെപ്റ്റ് ഫോർ പെനാൽറ്റി റൺസ് അണ്ടർ 28.3. അപ്പോൾ ഈ ബോൾ പോയിട്ട് നമ്മുടെ ഇപ്പോൾ സപ്പോസ് ഡബിൾ ടച്ച് അടിച്ച ബോൾ പോയിട്ട് ഏതെങ്കിലും ഫീൽഡറിൻ്റെ ഹെൽമെറ്റ്, നമ്മൾ കീപ്പർ ബാക്കിലൊക്കെ ഇങ്ങനെ ഹെൽമെറ്റ് പോയി തട്ടി കഴിഞ്ഞാൽ അത് ആ റണ്ണ് കൊടുക്കില്ല. അതാണ് അതിൻ്റെ ഇത് പറഞ്ഞേക്കുന്നത്. അല്ലാണ്ടുള്ള 5 റൺ പെനാൽറ്റീസൊക്കെ കൊടുക്കും. ബോളർ ഡസ് നോട്ട് ഗെറ്റ് ക്രെഡിറ്റ്, ദ ബോളർ ഡസ് നോട്ട് ഗെറ്റ് ക്രെഡിറ്റ് ഓഫ് ദ വിക്കറ്റ്. വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അത് ബോളർക്ക് കിട്ടില്ലെന്നാണ് പറയുന്നത്. ഹിറ്റ് ദ ബോൾ ടോയ്സിൻ്റെ അകത്ത് വെച്ച് വിക്കറ്റ് ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡായിട്ട് വന്ന് വിക്കറ്റ് വന്നാൽ അത് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോ നമ്പർ 34 ഹിറ്റ് ദ ബോൾ ടോയ്സ് പറയുന്നത്.